ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവിയുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിന്റെ ഒരു എസെൻസ് മനസ്സിലാക്കി തരാം. ഇത് മാത്രമാണ് എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമ കാണാൻ ഒരു ത്വര വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് വട്ടായിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ആ സ്റ്റോറി ലൈൻ മനസ്സിലാവുമ്പോൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു മൈൻഡ് തോന്നും, ഇല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിത്രം എന്ന് പറയുന്നത് സ്പായ് ആണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാണാൻ തോന്നുവാണെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ സ്പായ് എന്ന് പറയുന്ന മൂവി നമ്മുടെ മലയാളം എന്താ പറയുക, ഒരു സോഷ്യൽ അവയർനെസ് പോലത്തെ എടുത്ത് വെച്ചേക്കുന്ന ഒരു മൂവിയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് എബ്രിഡ് ഷൈനാണ്. എബ്രിഡ് ഷൈൻ അറിയായിരിക്കും, ആക്ഷൻ ഹീറോ വിജു അങ്ങനെയുള്ള കിടില മൂവീസൊക്കെ സംവിധാനം ചെയ്ത ആൾ തന്നെയാണ് കേട്ടോ ഈ ചിത്രത്തിൻ്റെയും സംവിധായകൻ. അപ്പോൾ ഈ ചിത്രത്തിൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ സ്പാ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? സ്ത്രീകളൊക്കെ പോയി മസാജൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ സെന്റേഴ്സ് ഇല്ലേ, അതിനായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റോറി തന്നെയാണ്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സമൂഹം എന്ത് വിചാരിക്കും, മറ്റുള്ളവർ തെറ്റൊന്നും പറയത്തില്ലേ? ഈ ഒരു ഇൻട്രൊഡക്ഷനിലൂടെയാണ് എബ്രിഡ് ഷൈൻ്റെ സ്പാ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചോദ്യത്തിന് സംവിധായകൻ നൽകുന്ന ഉത്തരമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് കേട്ടോ ചിത്രം തരുന്നത്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് കുറച്ച് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആണ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ അല്ല. പുരുഷൻ അല്ല കേന്ദ്രം. ഫേക്ക് ആയിട്ടുള്ള സദാചാരത്തിനൊക്കെ പൊട്ടിക്കുന്ന, ഒരു പരിഹസിക്കുന്ന, ഹാസ്യാത്മകമായിട്ട് ആ ചിത്രം ചെയ്തു വെച്ചേക്കുന്നുണ്ട് എബ്രിഡ് ഷൈൻ. അപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഒന്നുമില്ല, ഭയങ്കരപ്പെട്ട ആക്ടേഴ്സ് ഒന്നുമില്ല, എന്നാലും നല്ല ആക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റിയ താരനിരയെ തന്നെയാണ് സംവിധായകൻ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ചിത്രം ഒരു റേറ്റഡ് മൂവിയാണെന്നുള്ളതാണ്. കാരണം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ ചിത്രം ആസ്വദിച്ച് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ലെവൽ കോമഡിയാണ് കേട്ടോ ചിത്രത്തിൽ ഉള്ളത്. അപ്പൊ നമുക്ക് ചിത്രത്തിന്റെ ഒരു സ്റ്റോറി ലൈൻ പറയുവാണെങ്കിൽ, നഗരത്തിൽ ഒരു പ്രശസ്തമായ ഒരു സ്പായിലെത്തുന്ന പലതരത്തിലുള്ള കസ്റ്റമേഴ്സിലൂടെയാണ് കേട്ടോ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ആക്ഷൻ ഹീറോ ബിജുവിലൂടെ പ്രേക്ഷകർക്ക് പരിചിതമായ എബ്രിഡ് ഷൈൻ ശൈലിയുടെ ആവർത്തനം ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ സ്പായിൽ റിയലിസ്റ്റിക് കാഴ്ചകളല്ല എന്നതാണ് ഈ ചിത്രത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. മലയാളികൾക്ക് പരിചിതമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളുള്ളവരാണ് ഈ സ്പായിൽ വരുന്ന എല്ലാവരും. നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പല സീനുകളിലും നമുക്ക് ചിരി വരും. അങ്ങനത്തെ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ പറ്റി രസകരമായിട്ട് തന്നെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ സ്ത്രീകളെ ഒരു വെറുതെ യൂസ് ചെയ്ത് ത്രോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റത്തെ പറ്റിയിട്ടൊക്കെ ചിത്രത്തിൽ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അത് ഡയറക്ടർ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. കാരണം ഓവറാക്കാതെ, ചളമാക്കാതെ ഒരു ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സ്ത്രീ ശരീരങ്ങൾ വെറുതെ യൂസ് ചെയ്ത് ത്രോ ചെയ്യാനുള്ള സാധനം അല്ല എന്നുള്ളത് വളരെ നല്ല രീതിയിൽ ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. കുറച്ച് അല്പവസ്ത്രം ഇട്ടെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഒരു മറുപടി കൂടെയാണ് കേട്ടോ ഈ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയുള്ള മൂവീസ് വളരെ ചുരുക്കമാണ്. ചുരുക്കം എന്ന് പറയാൻ പറ്റത്തില്ല, കണ്ടിട്ടേ ഇല്ല ഞാൻ. പക്ഷെ ഈ ഒരു മൂവി എന്ന് പറയുന്നത് കുറച്ച് ബോൾഡായിട്ട് ഡയറക്ടർ ചെയ്തിട്ടുള്ളൊരു മൂവി തന്നെ എന്ന് പറയണം. കാരണം കുറച്ച് വെറൈറ്റി ആയിട്ട് ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡിഫറെന്റ് ടൈപ്പ് മൂവി കാണുമ്പോൾ നമുക്ക് വേറൊരു സന്തോഷം തോന്നും. കാരണം സ്ഥിരം കാണുന്ന ശൈലിയിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. സദാചാര മുഖംമൂടികൾ അഴിച്ചു വെക്കുന്ന ഒരു ആക്ഷേപഹാസ്യം ചിത്രം. അങ്ങനെയാണ് നമുക്ക് സ്പാ എന്ന് പറയുന്ന മൂവിയെ പറയാൻ കേട്ടോ. നമ്മുടെ മലയാളി സമൂഹം എന്ന് പറയുന്നത് അതാണ്. പുരുഷന്മാരുടെ കാര്യം തന്നെ എടുത്ത് പറയാം. അവർക്കുള്ള ഒരു മറുപടി കൂടെയാണ് കേട്ടോ ഈ ചിത്രം. ഒരു ഹൈ എൻഡ് സ്പാ സെന്ററിലെ ഡെയിലി ആയിട്ടുള്ള കാഴ്ചകളിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. സ്പാ ജീവനക്കാരായ ഒരു പറ്റം സ്ത്രീകൾ അവരുടെ ജീവിതത്തിലേക്ക് ഡെയിലി വന്നു പോകുന്ന പല സ്വഭാവത്തിലുള്ള സമൂഹത്തിന്റെ പല തട്ടിൽ നിന്നുള്ള മനുഷ്യർ, അവരുടെ വിചിത്രമായ സ്വഭാവവും ലൈംഗിക താല്പര്യങ്ങളും ഫാന്റസികളും ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ചിത്രത്തിൽ മെയിനായിട്ട് കാണിക്കുന്നത്. മസാജ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് നല്ല ജനറൽ നോളജ് വേണമെന്ന് വാശി പിടിക്കുന്നവർ മുതൽ തങ്ങളുടെ വിചിത്രമായ ലൈംഗിക ഫാന്റസികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർ വരെ ക്ലയന്റ് ആയിട്ട് ഈ സ്പായിൽ എത്തുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അത് പൂർണ്ണമായും സ്പാ തെറാപ്പിസ്റ്റുകളുടെ പക്ഷത്തു നിന്നാണ് കഥ പറയുന്നത് എന്നത് തന്നെയാണ് കേട്ടോ. പുറം ലോകം മോശമായി കാണുന്ന ആ ഒരു തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ നേരിടുന്ന ഡെയിലി പ്രശ്നങ്ങളും വിചിത്ര സ്വഭാവക്കാരായ പുരുഷന്മാരെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുമാണ് ഈ ചിത്രത്തിൽ മെയിനായിട്ട് കാണിക്കുന്നത്. ആക്ടേഴ്സിന്റെ ആ ഒരു പക്വത എന്നുള്ള പ്രകടനമാണ് കേട്ടോ ചിത്രത്തിന്റെ ആ ഒരു ഭംഗി മാറ്റാത്തത്. ഓരോ കഥാപാത്രവും സിനിമയുടെ മൊത്തത്തിലുള്ള മൂഡിനോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. സ്പാ ജീവനക്കാരായിട്ട് എത്തുന്ന ശ്രുതി മേനോൻ, രാധിക രാധാകൃഷ്ണൻ, ശ്രീജാത
ശ്രീനിവാസ്, അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അവരുടെ റോളുകൾ അവർ ഗംഭീരമാക്കിയിട്ടുണ്ട്. മലയാള സിനിമയിൽ പൊതുവെ അഭിനേതാക്കൾ ആരും തന്നെ ഏറ്റെടുക്കാത്ത ഒരു ജനറൽ ബോൾഡായിട്ട് എന്നാൽ നല്ല രീതിയിൽ തന്നെ കഥാപാത്രങ്ങളെ ധൈര്യപൂർവ്വം അവതരിപ്പിച്ച ഈ അഭിനേതാക്കളെല്ലാം തന്നെ കുറച്ച് അഭിനന്ദനം കൂടുതൽ അർഹിക്കുന്നുണ്ട് കേട്ടോ. കഥാപാത്രങ്ങളുടെ ആഴമറിഞ്ഞുള്ള ഇവരുടെ പ്രകടനം സിനിമയുടെ പകുതി വിജയമാണ്. എബ്രിഡ് ഷാൻ എന്ന ഈ ഒരു സംവിധായകൻ എന്നും പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളും തന്നെയാണ്. 1983 ആക്ഷൻ ഹീറോ ബിജു, മഹാവീര്യർ തുടങ്ങിയ എല്ലാ ചിത്രവും അദ്ദേഹത്തിന്റെ കിടിലൻ ബോൾഡ് മൂവ്സ് തന്നെയാണ് കേട്ടോ. സർട്ടിഫിക്കറ്റുകളോട് കൂടെ എത്തിയ ഈ ചിത്രം വെറും ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് നമ്മുടെ മെയിൽ ഡോമിനേറ്റഡ് സമൂഹത്തിന്റെ ലൈംഗിക ദാരിദ്ര്യവും അവരുടെ അറിവില്ലായ്മകളും ഒക്കെ വിചിത്രമായ ഒരു ചിന്താഗതികളും ഒക്കെ വിരൽ ചൂണ്ടുന്ന ഒരു ആക്ഷേപഹാസ്യ ചിത്രം തന്നെയാണ് കേട്ടോ. ചിത്രത്തിലെ സർക്കാസവും തമാശയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം കാണാൻ പറ്റും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കാണാൻ തോന്നത്തേ ഇല്ല. ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചിത്രമാണ് കേട്ടോ. പക്ക ഒരു അഡൾട്ട് കോമഡി ചിത്രം എന്ന് പറയാം ഈ ഒരു ചിത്രം. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല കിടില മൂവിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന്. എന്തായാലും ഒരു കിടില മൂവിയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ആക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമല്ലോ. ആക്ടേഴ്സ് ശ്രുതി മേനോനൊക്കെയാണ്. ശ്രുതി മേനോൻ നമ്മുടെ പണ്ടത്തെ കോമഡി സ്റ്റാർസ് അവതാരികയൊക്കെയായിരുന്നു. അപ്പോൾ ആൾ നല്ല രീതിയിൽ തന്നെ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സിദ്ധാർത്ഥ് ഭരതനായാലും ശ്രീജാദാസ് ആയാലും മീന കുറുപ്പ്, പൂജിത മേനോൻ, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രുതി മേനോൻ ഈ ഒരു ചിത്രത്തിന്റെ മോസ്റ്റ് ഡിമാൻഡ് ഉള്ള അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പാ തെറാപ്പിസ്റ്റ് ആണ്. അവരുടെ റിയാക്ഷൻസ്, അതായത് ഓരോ ക്ലയന്റിനോടും ഓരോ ഡിഫറെന്റ് ടോണിലാണ് ആൾ റിയാക്ട് ചെയ്യുന്നത്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ശ്രുതി മേനോൻ ആ റോള് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുമുണ്ട്. രാധിക രാധാകൃഷ്ണന് ഒരു തെറാപ്പിസ്റ്റിന്റെ റോള് തന്നെയാണ്. ആള് കുറച്ച് പേരോട് നൈസും അതുപോലെ കുറച്ച് പേരോട് ഭയങ്കര ദേഷ്യം കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് രാധിക ചെയ്യുന്നത്. അതുപോലെ ശ്രീജാദാസ് ചെയ്യുന്നതും അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടറാണ്. മര്യാദയുടെ ഒരു ഭാഷയിലുള്ള ആ ഒരു ക്യാരക്ടറാണ് ശ്രീജാദാസ് ചെയ്യുന്നത്. രാഹുൽ മാധവ് ക്യാരക്ടർ ചെയ്യുന്നത് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ ക്യാരക്ടറാണ് കേട്ടോ രാഹുൽ മാധവ് ചെയ്യുന്നത്. അതുപോലെ ദിനേശ് പ്രഭാകറിന്റെ ഒരു കവിയുടെ ക്യാരക്ടറാണ്. ആളും കുറച്ച് ഒരു വഷളനായിട്ടുള്ള ഒരു രീതിയിലുള്ള ക്യാരക്ടറാണ് ആൾ ചെയ്തേക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ റോള് വളരെ മികച്ചതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ചിത്രം കണ്ടവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വേറൊരു മൂവിയായിട്ട് വരാം. അതുവരെ ബൈ.